എല്ലാവരും കൃപാസനം മാതാവ് അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ മാതാവിനോട് 1000 നന്ദി പറയുവാണ്. കാരണം മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ നടക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. എത്ര വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളാണെങ്കിലും ആ മക്കളുടെ എല്ലാ കാര്യത്തിലും അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. കാരണം ലൈവ് അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന ലൈവാണ്. ആ ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. രോഗം മാറാത്തവർക്ക് രോഗം മാറുന്നതും, അതുപോലെ തന്നെ ജോലി ലഭിക്കാത്തവർക്ക് ജോലി ലഭിക്കുന്നതുമായിട്ടും, അതുപോലെ തന്നെ ജപ്തി വക്കിൽ നിൽക്കുന്ന അനേകം കുടുംബങ്ങളെ വിടുവിക്കുന്നതും അമ്മ മാതാവ് ലൈവിലൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതുപോലെ തന്നെ അമ്മ മാതാവ് ജോലി ഇല്ലാത്തവർക്ക് ലൈവിലൂടെ ജോലി വരെ അമ്മ മാതാവ് കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് ജോലി, മറ്റെന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടബാധ്യതയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ അത്ഭുതം നടത്തുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തിയ കാര്യമാണ്. നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ ചെയ്ത് നിങ്ങൾ ലൈവിൽ നിങ്ങൾ അധിക ഭക്തിയോടുകൂടെ തന്നെ പങ്കുചേരുക. കാരണം അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന ലൈവാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും 7:30 വൈകിട്ട് 7:30 ലൈവ് ഉള്ളത്. നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ലൈവിൽ പങ്കെടുത്തിരിക്കണം. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ അധിക ഭക്തിയോടുകൂടി തന്നെ മുഴുവനായിട്ട് പങ്കുചേർന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങൾ കമൻ്റായിട്ട് ഇടുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്ത് ലൈവിൽ നിർബന്ധമായിട്ടും പങ്കുചേരുക. കാരണം അത്ഭുതം നടത്തുന്ന മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്. അത്ഭുതം നടത്തും അമ്മ മാതാവിൻ്റെ ഇടപെടൽ അനേകം വ്യക്തികൾക്ക് ലൈവിലൂടെ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുകയാണെങ്കിലും ആ പ്രശ്നങ്ങളിലൊക്കെ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാവും. അതുപോലെ തന്നെ അമ്മ മാതാവ് പ്രോമിസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അമ്മ മാതാവ് 3 കാര്യങ്ങളാണ് അമ്മ മാതാവ് നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കുകയാണെങ്കിൽ അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്ന 3 പ്രോമിസാണ്. ഒന്നാമത്തെ പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ദീർഘായുസ് ഉണ്ടാവും. രണ്ടാമത്തെ പ്രോമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷവും സമാധാനവും കുടുംബത്തിലുണ്ടാവും. അതുപോലെ തന്നെ സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാവും. അതുപോലെ തന്നെ മൂന്നാമത്തെ പ്രോമിസാണ് അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്ന 3ാമത്തെ പ്രോമിസാണ്. അതായത് നമുക്ക് ഒരപകടവും കൂടാതെ അമ്മ മാതാവ് നമ്മളെ സംരക്ഷിക്കും, അമ്മ മാതാവ് നമ്മളെ കാത്തുകൊള്ളും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ലൈവിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പങ്കുചേരുക. അതുപോലെ തന്നെ ലൈവിൽ നിങ്ങൾ മുഴുവനായിട്ടും അതീവ ഭക്തിയോടുകൂടി തന്നെ പങ്കുചേരുക. കാരണം അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്, അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന ലൈവാണ്. അതുകൊണ്ട് അതീവ ഭക്തിയോടുകൂടി തന്നെ പങ്കുചേരുക. ഈ പ്രാർത്ഥന ചെല്ലുന്ന ഈ സമയത്ത് പോലും അമ്മ മാതാവ് ലൈവിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളെയും വെളിപ്പെടുത്തി കാണിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അത്രയും അത്ഭുതമാണ് അമ്മ മാതാവ് നടത്തുന്നത്. അമ്മ മാതാവിൻ്റെ ഒരുപാട് അത്ഭുതങ്ങൾ ലൈവിലൂടെ നടക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മ മാതാവ് എല്ലാവരെയും വിടുവിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മ മാതാവ് എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്, എല്ലാ മക്കളെയും അനുഗ്രഹിക്കുന്നുണ്ട്. അമ്മ മാതാവ് ഇപ്പോൾ കാണിച്ചു തരുവാണ്, അമ്മ മാതാവ് വെളിപ്പെടുത്തി തരുവാണ്. ലൈവിൽ പങ്കെടുക്കുന്ന ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കാണിച്ചു തരുവാണ്. അവരുടെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നത് അമ്മ മാതാവ് കാണിച്ചു തരുവാണ്. അമ്മ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളെയും അമ്മ മാതാവ് ജോയിൻ ചെയ്യിച്ച് ലൈവിൽ പങ്കെടുപ്പിച്ചു കൊണ്ട് അമ്മ മാതാവിനോട് എല്ലാ ദിവസവും ചേർന്ന് നിൽക്കുന്ന മക്കളെ ആക്കി മാറ്റണമേ അമ്മ മാതാവേ. അമ്മയോടുള്ള ചേർന്ന് നിന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവരെ ഇടയാക്കണമേ അമ്മ മാതാവേ. ഇവരുടെ പ്രശ്നങ്ങളിലൊക്കെ അമ്മയുടെ ഇടപെടൽ അങ്ങനെ ഉണ്ടാവണമേ അമ്മ മാതാവേ. അമ്മ ഇവരെല്ലാവരെയും വിടുവിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ് അമ്മ മാതാവേ. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവേ. അമ്മ മാതാവേ, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഈ മക്കളെല്ലാവരും ഇവരുടെ ആവശ്യങ്ങൾ കമൻ്റായിട്ടിടുകയും അമ്മ മാതാവിനോടുള്ള ലൈവിൽ അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ പങ്കെടുക്കുകയും ചെയ്യും അമ്മ മാതാവേ. അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവേ. ഇവരുടെ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിക്കൊണ്ട് ഇവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവേ. അമ്മയുടെ ഇടപെടൽ ഇവരുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് അമ്മേ മാതാവേ. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരാണ് എങ്കിൽ അമ്മേ മാതാവേ, ഇവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ എടുത്ത് നീക്കിക്കൊണ്ട് ഇവർക്ക് നല്ലൊരു സാമ്പത്തിക ഉയർച്ച അമ്മ മാതാവ് നൽകണമേ അമ്മേ മാതാവേ. അമ്മ മാതാവ് ഇവരെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഇവരേതെങ്കിലും കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കളാണെങ്കിൽ അമ്മേ മാതാവ് ഇവരുടെ കടബാധ്യതയൊക്കെ മാറിക്കൊണ്ട് ഇവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഇവർ ഏതെങ്കിലും തരത്തിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അമ്മേ മാതാവേ, ഇവരിൽ നിന്ന് പറ്റിച്ചുകൊണ്ട് പോയ എല്ലാ തരത്തിലുള്ള
പണങ്ങളും ഇല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ച് ഇവരിലേക്ക് തന്നെ എത്തുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അമ്മ മാതാവ് ഇവരുടെ കാര്യത്തിൽ ഇടപെടുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു അമ്മേ മാതാവേ. ഈ മക്കൾ എപ്പോഴാണോ പങ്കെടുക്കുന്നത്, എത്ര വർഷങ്ങൾക്ക് ശേഷമാണോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്, ആ സമയത്ത് ഇവരുടെ ആവശ്യങ്ങൾ അമ്മ മാതാവ് നടത്തി കൊടുക്കണമേ അമ്മേ മാതാവേ. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കൾ ജോലിയില്ലാതെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അമ്മേ മാതാവ് ഇവർക്ക് ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ അവർക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഏതെങ്കിലും മക്കൾ എക്സാം എഴുതുവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ, ഇല്ലെങ്കിൽ എക്സാം എഴുതുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവർക്ക് ഇൻ്റർവ്യൂവിന് പങ്കെടുത്തുകൊണ്ട് അവരുടെ ജോലി ശരിയായിക്കൊണ്ട് അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് വിസ റെഡിയായിക്കൊണ്ട് ടിക്കറ്റ് റെഡിയായിക്കൊണ്ട് അവർക്ക് നല്ല രീതിയിൽ ജോലിക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ഒരപകടവും കൂടാതെ ജോലിക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഇടപെടൽ അമ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമേ അമ്മേ മാതാവേ. അമ്മ മാതാവ് ഇവരെല്ലാവരും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ് അമ്മേ മാതാവ്. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് വിദേശത്ത് അവർക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാനുള്ള ഇടപെടൽ അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ നേഴ്സുമാർ, അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് അമ്മേ മാതാവേ. അത്തരത്തിലുള്ള നേഴ്സുമാർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഇവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ് അമ്മേ മാതാവേ. ഇവരെല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ് അമ്മേ മാതാവേ. അമ്മ ഇവരെല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ് അമ്മേ മാതാവേ. ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അവരുടെ രോഗാവസ്ഥയൊക്കെ മാറിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, കുടുംബത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കൊണ്ട് സന്തോഷം സമാധാനം ആ കുടുംബത്തിൽ കൊണ്ടുവരണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ഏതെങ്കിലും ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഭവനം പെട്ടെന്ന് തന്നെ ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ വിവാഹം നടക്കാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവരുടെ വിവാഹം നടക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവർക്ക് മക്കളുണ്ടാവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുടുംബത്തിൽ സമാധാനമില്ലായ്മയാക്കുന്നുണ്ടെങ്കിൽ അവരുടെ സമാധാനമില്ലായ്മ മാറ്റിക്കൊണ്ട് അവർക്ക് സന്തോഷവും സമാധാനവും കുടുംബത്തിൽ നൽകണമേ അമ്മേ മാതാവ്. മാതാപിതാക്കളും മക്കളും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് അവരെ പൂർണ്ണമായി നല്ല സന്തോഷ സമാധാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവ്. അമ്മ മാതാവ് എല്ലാവരെയും അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. ഇവരെല്ലാവരും ലൈവിൽ പങ്കെടുത്ത് അമ്മ മാതാവിനോട് ചേർന്ന് ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും അമ്മേ മാതാവേ. അമ്മയോട് നന്ദി പറയുവാണ് അമ്മേ മാതാവേ.